ധനുഷേ, രാഹുൽ ഗാന്ധി ഈ ഫ്രീ ബീയുടെ ആളാണ്. ഫ്രീ ബി എന്നൊക്കെ പറഞ്ഞാൽ ഈ സൗജന്യ പദ്ധതികൾ, അത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ സ്നേഹത്തിന്റെ കട തുറക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഫ്രീ ബി ഉണ്ടാക്കുന്നത്. കാരണം സ്നേഹത്തിന്റെ കട തുറക്കണമെങ്കിൽ നേരത്തെ കുറച്ച് നല്ല മിഠായികൾ കൊണ്ടുവയ്ക്കണമല്ലോ, നല്ല കട തുറക്കാൻ പറ്റുള്ളൂ. ആളെ പിടിക്കണമെങ്കിൽ ആകർഷണം ഉണ്ടെങ്കിൽ നല്ല മധുരമുള്ള മിഠായികളും മിഠായി ടിന്നുകളും അടച്ചു വയ്ക്കണം. അങ്ങനെ കുറച്ച് മിഠായി ടിന്നുകളാണ് അദ്ദേഹം കർണാടകയിൽ അധികാരത്തിൽ വന്നപ്പോൾ ഫ്രീ ബി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്നേഹത്തിന്റെ കട തുടങ്ങാൻ വേണ്ടി കൊണ്ടുവന്നത്. സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സൗജന്യ യാത്ര, അത് കഴിഞ്ഞിട്ട് വൈദ്യുതി സൗജന്യം, പെട്രോളിൻ്റെ വില കുറയ്ക്കും. ഇങ്ങനെ ഒരുപാട് സൗജന്യ പദ്ധതികളുമായിട്ടാണ് അദ്ദേഹം വന്നത്. അതായത് ഈ മോദി കുറച്ച് കർഷകർക്ക് എല്ലാവർക്കും കൃഷി വികസനത്തിന് വേണ്ടിയും കർഷകരുടെ ആശ്വാസത്തിന് വേണ്ടിയിട്ടും 2000 രൂപ കൊടുത്തുണ്ടല്ലോ. അതാണ് പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് വല്ലാതെ അതിനേക്കാളും വലിയ ഫ്രീ ബിയുമായിട്ടാണ് ഞാൻ വരണമെന്ന് പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന്റെ സ്നേഹക്കട അങ്ങനെയാണ്, മറ്റു സ്നേഹക്കടയല്ല, ഇതാണ് സ്നേഹക്കട. രാഹുൽ ഗാന്ധിയുടെ ഈ ഫ്രീ ബി കൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇതേ മാർഗം അവലംബിച്ച 2 രാജ്യങ്ങളുണ്ട്. ഒന്ന് പാകിസ്ഥാനും ഒന്ന് ശ്രീലങ്കയും. രണ്ടിന്റെ അവസ്ഥ ചേട്ടൻ അറിയാമല്ലോ. രണ്ടിന്റെ അവസ്ഥ, ശ്രീലങ്കയിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. ഹാപ്പിനെസ് ഇൻഡെക്സിൽ അങ്ങ് മുകളിലുള്ള ശ്രീലങ്കയായിരുന്നു. അവിടെയുള്ള പ്രസിഡന്റിന്റെ ബാത്ത് ടബിലാണ് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മുഴുവൻ കലാപമാണ്. അതിന് പാകിസ്ഥാന് 1 കിലോ ഗോതമ്പ് മാവിനോ ആട്ടയ്ക്കോ 3000 രൂപയാണ് വില. ഇന്ത്യയുടെ മുമ്പിൽ കൈ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നു. അപ്പൊ അതാണ് ഈ ഫ്രീ ബിയുടെ പദ്ധതി. അത് തന്നെയാണ് കർണാടകയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കർണാടകയിൽ ഈ ബസ്സിൻ്റെ ചാർജ് കൂട്ടാൻ പോകുന്നു. അതുപോലെ വൈദ്യുതി പറയുന്ന സൗജന്യ പദ്ധതി കുറയ്ക്കാൻ പോകുന്നു. സാധനങ്ങൾക്കാണെങ്കിൽ നിത്യോപ സാധനങ്ങൾക്ക് വളരെ വില കൂടുതലാണ്. അവിടെ പിന്നെ ഈ ഇതുണ്ടല്ലോ, ബീൻസ് അതുപോലെ അതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയെല്ലാം വളരെ വില കൂടുതലാണ്. ഒരു കിലോയ്ക്ക് 200-220. കർണാടകക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷ്യവസ്തുവാണ്. അതെ, അവരവിടെ ഉണ്ടാക്കുന്ന, സംസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന, അവിടുത്തെ ആ ജില്ലയിൽ ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് പോലും വില കൂടിയുകയാണ്. അപ്പോൾ ഇങ്ങനെ പൊതുവെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കർണാടകയിലെ അവസ്ഥ. ഇതെങ്ങോട്ട് പോകും? ഇതാണ് ചേട്ടാ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്നേഹത്തിന്റെ കടയാണ് തുറക്കുന്നത്. കുറച്ച് വില കൂടും എല്ലാത്തിനും. അതാദ്യം മനസ്സിലാക്കി. സ്നേഹത്തിന് വില വേണം. പിന്നെ സ്നേഹത്തിന് നല്ല വിലയാണ്. സ്നേഹത്തിന്റെ കട തുറക്കുന്നതുകൊണ്ട് സ്നേഹത്തിന് നല്ല വിലയാണ്. ഇപ്പൊ വെറുതെ ഒന്നും സ്നേഹം കിട്ടത്തില്ല. 1 രൂപ തൊട്ടുപോലും വെറുതെ കിട്ടാത്തൊരു നാടാണ്. അപ്പൊ സ്നേഹത്തിന് നല്ല വിലയാണ്. ആത്യന്തികമായിട്ട് ഇത് നമ്മുടെ രാജ്യത്തിനെ അരാജകത്വത്തിലേക്ക് നയിക്കും. വലിയ രീതിയിലുള്ള കലാപങ്ങൾ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെടും. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കാരണം വലിയ രീതിയിലുള്ള കലാപങ്ങൾ നാട്ടിൽ പൊട്ടിപ്പുറപ്പെടും. നാട്ടിന്റെ സാമ്പത്തികാവസ്ഥ തകരും. നാട് സ്ഥിരതയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഒരു സ്ഥലത്ത് നിന്ന് എല്ലാം നമ്മളിങ്ങനെ കെട്ടിപ്പൊക്കി കൊണ്ടുവരുമ്പോൾ വേറൊരു സ്ഥലത്ത് നിന്നും ഇയാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാജ്യത്തിന് തുരങ്കം വയ്ക്കുന്ന പണിയാണ്. ഈ രാഹുൽ ഗാന്ധി പറയുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങൾ നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ചേട്ടനോട് ഒരാൾ വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ 1 ലക്ഷം രൂപ തരാം ഞാൻ അധികാരത്തിൽ വന്നാൽ എന്ന് പറഞ്ഞ് ഇയാൾ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വോട്ട് ചെയ്യില്ലേ? സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്യും. 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ആരായാലും വോട്ട് ചെയ്യും. നിങ്ങൾക്ക് സൗജന്യമായിട്ട് അത് തരാം ഇത് തരാം എന്നൊക്കെ പറയാം. ഇത് ബേസിക്കലി യുപിയിലെ കോണ്ടെക്സ്റ്റ് വേറെയാണ്. ഞാൻ പറയാം. ബേസിക്കലി ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ മടിയനാക്കും. നിങ്ങൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല, രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കില്ല, രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ടാക്സ് പേ ചെയ്യില്ല, രാജ്യത്തിന് വേണ്ടി നിങ്ങൾ യാതൊന്നും ചെയ്യില്ല. നിങ്ങൾ വീട്ടിൽ മടിയനായിട്ടിരിക്കും. ഒരു മനുഷ്യൻ അങ്ങനെ മടിയനാവും. അങ്ങനെ മടിയനായിട്ട് വീട്ടിൽ കയറിയിരിക്കും എന്ന സമയം നമ്മുടെ രാജ്യം എന്താണ് ചെയ്യേണ്ടത്? രാജ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജനങ്ങളെ എല്ലാം സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളൊരു കാര്യമാണ് രാജ്യം ചെയ്യേണ്ടത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പണിയെടുത്ത് തുടങ്ങുന്ന ഒരു സമയമാണ് നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം. കാരണം മോദിക്ക് കൃത്യമായിട്ട് അറിയാം, രാജ്യത്ത് പുരുഷന്മാരുടെ മാൻ പവർ മാത്രം പോരാ, സ്ത്രീകൾ പണിയെടുക്കണം. സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കി മാറ്റിയാൽ കൂടെ മാത്രമേ നമ്മുടെ രാജ്യം ഒരു 50 വർഷം കൊണ്ട് വികസിപ്പിക്കേണ്ട രാജ്യത്തിന് 25 വർഷം കൊണ്ട് സ്ത്രീകൾ കൂടെ പണിയെടുത്താൽ രാജ്യം വികസിക്കുമെന്ന് നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് അറിയാം. ആ സ്ത്രീകളെയാണ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ വീട്ടിലിരുന്നോ, നിങ്ങൾക്ക് ഞങ്ങൾ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ ഇട്ട് തരുമെന്ന് പറയുന്നത്. ആ കേസ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ 1 ലക്ഷം രൂപ തരാം, ഞങ്ങൾ MP ആക്കണമെന്നാണ് പറഞ്ഞത്. എന്നാണ് രാഹുൽ ഗാന്ധി പോയി പറഞ്ഞ് വിത്ത് പടം അടിച്ച് ഫോട്ടോ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കേസ് ഉടനെ പോകും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു അറിവ് കിട്ടുന്നുണ്ട്. അങ്ങനെ പോയി കഴിയുമ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ നിലവിളി തുടങ്ങും. രാഹുൽ ഗാന്ധിയെ പീഡിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ഇവരെല്ലാം നിലവിളി തുടങ്ങും. ഇത് ഞാൻ പറയുന്നത് സ്ത്രീകളെ പോയിട്ടുണ്ട്, അത് വരും, രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക, നമ്മളെല്ലാവരും സ്വയം പര്യാപ്തരാക്കുക. എനിക്ക് ഭക്ഷണം കോരി തന്ന് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ
എനിക്ക് പിന്നെ കൈയുടെ ആവശ്യമില്ലല്ലോ. എനിക്ക് ഭക്ഷണം ഇപ്പൊ രാഹുൽ ഗാന്ധി കോരി കൊടുക്കുന്ന ചവച്ച് വായിക്കാത്ത വെച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിന്റെ ഒരു തിക്തഫലം കർണാടക അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിൽ നിന്നും ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കേരള മാധ്യമങ്ങളല്ലേ പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറയുന്നത്. ഇപ്പൊ ആദ്യം പറയുന്നത് ഇപ്പൊ ഞാൻ പറയട്ടെ, പെട്രോൾ ഫ്രീ ആയിട്ട് എന്തുകൊണ്ട് പെട്രോൾ 50 രൂപയ്ക്ക് നമുക്ക് തരുന്നില്ല? ക്രൂഡ് ഓയിലിന് ഇത്രയും വില കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പെട്രോൾ 50 രൂപയ്ക്ക് നമുക്ക് തരുന്നില്ല എന്ന് പറഞ്ഞ ഇന്ത്യ മുന്നണിക്കാരുടെ മുഴുവനും സംസ്ഥാനങ്ങളുടെ പെട്രോൾ വില നിങ്ങൾ നോക്കാം. എത്രയാണ് അവിടുത്തെ പെട്രോൾ വിലയെന്ന്. അതേസമയം ഗുജറാത്തിലെ ഇന്നത്തെ പെട്രോൾ വില എന്ന് പറഞ്ഞാൽ 94 രൂപയാണ്. കേരളത്തിൽ എത്രയാണ് ഇന്നത്തെ പെട്രോൾ വില? 107 രൂപയാണ്. 109 ആയിരുന്നു. ഈ 109 രൂപ എന്ന് പറയുന്നത് 107 ആയി കുറഞ്ഞു നിന്നത് പ്ലസ് 2 രൂപ സാമൂഹ്യക്ഷേമം പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞ് 2 രൂപ സെസ് എന്ന് പറഞ്ഞ് ഈടാക്കി 109 ആക്കി. നരേന്ദ്രമോദി വീണ്ടും കുറച്ചു. അവിടെ കുറയുമ്പോൾ, അതായത് കേന്ദ്രത്തിൽ പെട്രോളിന്റെ വില കുറയുമ്പോൾ കേരളത്തിൽ സ്വാഭാവികമായിട്ടും കുറയും. സ്വാഭാവികമായിട്ടുള്ള കുറയും. ആ സ്വാഭാവികമായിട്ട് കുറയുന്ന പെട്രോളിന്റെ വിലയെ ഞങ്ങൾ കുറച്ചതാണെന്ന് പറഞ്ഞ് ഇവർ എന്ത് ചെയ്തു? പ്രചരണം നടത്തി. പക്ഷെ അത് അവർ കുറയ്ക്കുന്നതല്ല. കേന്ദ്രത്തിൽ കുറയുമ്പോൾ അതിന്റെ ഒരു നിശ്ചിത ശതമാനം സ്വാഭാവികമായിട്ട് ഇവർ കുറയും. എന്നാൽ ഇവർക്ക് കിട്ടുന്ന ആ ടാക്സ് ഇവർക്ക് കിട്ടുന്നുണ്ട്. ആ ടാക്സിൽ നിന്ന് 1 രൂപ പോലും ഇവർ കുറച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇനി ഇവർ പറയുന്ന ചാണക ഊപ്പിയിലെ ഇന്നത്തെ പെട്രോൾ റേറ്റ് എന്ന് പറയുന്നതും 94 രൂപയാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ബ്രസീലിന്റെ ജനസംഖ്യയുള്ള, ആ രാജ്യത്തിന്റെ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ പെട്രോളിന്റെ വില 94 രൂപയാണ്. ഇപ്പൊ കേരളത്തിൽ വീണ്ടും ഞാൻ പറയണം, എത്രയാണ്? 107 രൂപയാണ് കേരളത്തിലെ പെട്രോൾ വില എന്ന് പറയുന്നത്. കർണാടകയിൽ എത്രയാണ് പെട്രോളിന്റെ വില? 103 രൂപയാണ്. 100 രൂപ കടന്നു നിൽക്കുകയാണ് ഈ സ്നേഹത്തിന്റെ കട തുറന്ന എല്ലാ സ്ഥലത്തെയും പെട്രോൾ വില എന്ന് പറയുന്നത്. ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ കടയാണ്. അപ്പൊ ഇയാള് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ എന്തായിരിക്കും രാജ്യത്തിന്റെ ഗതി? രാജ്യം നശിക്കും. രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാവും. രാജ്യം മുടിഞ്ഞ് പണ്ടാരമടങ്ങും. രാജ്യത്തുള്ള ജനങ്ങൾ തെരുവിലിറങ്ങി കലാപം നടത്തേണ്ട, ഒരു റൊട്ടിക്ക് പോലും രാജ്യത്തുള്ള ജനങ്ങൾ തെരുവിലിറങ്ങി തെണ്ടേണ്ട അവസ്ഥ വരും. അത്രയ്ക്ക് സാമ്പത്തികമായിട്ട് യാതൊരുവിധ കഴിവോ നോളജോ ബുദ്ധിയോ ഇല്ലാത്ത ഒരു ബാലക് ബുദ്ധിയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ ഇന്നലെ ഒരു വാർത്ത എഴുതിയിരുന്നു, നമ്മൾ BJPയെ വിമർശിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം നമ്മൾ വിമർശിച്ച് തന്നെ മുന്നോട്ട് പോകണം. രാജ്യസഭയിൽ എന്ന് പറഞ്ഞാൽ 2 ടേം നരേന്ദ്രമോദി അജയ്യനായിട്ട് വിരാജിച്ചു. 2 ടേം കഴിഞ്ഞു പോകുന്നു എന്ന് കണ്ടപ്പോൾ നരേന്ദ്രമോദിക്ക് ഒരു കടിഞ്ഞാണ് RSS ഇട്ടു എന്ന രീതിയിൽ വാർത്തകൾ വന്നു. അങ്ങനെ വാർത്തകൾ വന്നപ്പോൾ നരേന്ദ്രമോദി ഇപ്പോൾ കൃത്യമായിട്ട് എന്താണ്, നമുക്കൊരു കടിഞ്ഞാണ് എല്ലാവർക്കും വേണം. ഇപ്പൊ പിണറായി വിജയൻ ഭരിച്ചു മുടിക്കുകയാണ്, ഇവിടെ കടിഞ്ഞാണില്ല. അപ്പോൾ അത്തരത്തിലൊരു കടിഞ്ഞാണ്. ഇപ്പൊ ഇന്നലെ ഞാനൊരു വാർത്ത കൊടുത്തു, രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം പോയി, ഇനി ബില്ലുകൾ എങ്ങനെ പാസ്സാക്കും എന്ന് പറഞ്ഞൊരു വാർത്ത കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടിഞ്ഞാൺ ഇടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ സകല അണികൾക്കടക്കം ഇത് ബാധകമാണ്. ഇന്നലെ എന്നെ വിളിച്ച പ്രമുഖരായിട്ടുള്ള BJPയുടെ പ്രവർത്തകരും RSS പ്രവർത്തകരും അഭിനന്ദിച്ചു. കാരണം നിങ്ങളെ വാർത്ത കൊടുത്തത് വളരെ നല്ലതാണ്. കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ ജനങ്ങൾ, ഇവിടെ BJPയുടെ അണികളും പ്രവർത്തകരും അവർ പറയുന്നത് നമ്മൾ 3ാമത്തെ ടേമിൽ നരേന്ദ്രമോദി മാനത്ത് നമ്പിളി മാമനെ പിടിച്ചുകൊണ്ട് തരുമെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യാൻ പോലും പോകാത്ത ആൾക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? മടിയന്മാരായിട്ട് വീട്ടിൽ കയറിയിരുന്നു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? ഭൂരിപക്ഷം കുറഞ്ഞു. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി കൊടുക്കുന്ന സ്നേഹത്തിന്റെ കടയിൽ കൊടുക്കുന്ന സൗജന്യ സേവനങ്ങൾക്കുള്ള. രാഹുൽ ഗാന്ധി നേരത്തെ ധനുഷ് പറഞ്ഞതുപോലെ അദ്ദേഹം ഈ പൊട്ടത്തരമാണ് പറയുന്നത്, ബുദ്ധിതരം ഇല്ലായ്മ എന്നാണ് പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നില്ല, അയാൾക്ക് ബുദ്ധി കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് നയിക്കുന്നത് അദ്ദേഹം അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കണം. പുറത്ത്, നമ്മുടെ രാജ്യത്തിന്റെ പുറത്ത് വളരെ വലിയ ഒരു PR ഏജന്റ് രാഹുൽ ഗാന്ധി രാജ്യത്തെ തകർക്കാൻ വേണ്ടി, ഞാൻ പറയട്ടെ, അതൊക്കെ ഇപ്പോഴും വന്നതല്ലേ രാഹുൽ ഗാന്ധി ഈ സാബിത് പത്രോദയൊക്കെ ഇപ്പൊ വന്നതല്ല. അല്ല, അത് മാത്രമല്ല, ഇവർ ഈ പദ്ധതികളെല്ലാം, ഈ പറയുന്ന ഈ ഫ്രീബി എന്നുള്ള പദ്ധതി പോലും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന 100% ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇവർക്ക് മാക്സിമം ഇവരെന്ത് ചെയ്യുക, മാക്സിമം പിടിക്കുക. ഇപ്പൊ അടുത്ത മഹാരാഷ്ട്ര പിടിക്കാൻ പോകുന്നു. നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക തലസ്ഥാനമാണ്. അവിടെ പിടിച്ചിട്ട് ഫ്രീ ബി കൊടുക്കാനായിട്ട് ഇവർ നിന്ന് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര മുടിയും. മഹാരാഷ്ട്ര അടക്കം മുടിഞ്ഞ് നമ്മുടെ രാജ്യം ഒരു സാമ്പത്തിക അസ്ഥിരതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമുക്ക് കർണാടകയിലോട്ട് തന്നെ തിരിച്ചു വരാം. കർണാടകയിൽ നാരീശക്തി എന്ന് പറഞ്ഞ പദ്ധതിയിലാണ് കർണാടകയിൽ എന്ത് ചെയ്തത്? ഞങ്ങൾ ഇതാ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട് ബസ്സിൽ യാത്ര, സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതാ. ഇപ്പോൾ ഇതാ എത്ര നാളായി. ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ നാരീശക്തി എന്ന് പറയുന്ന സാധനം സ്ത്രീകൾക്ക് അങ്ങനെ സൗജന്യ യാത്ര കൊടുക്കുന്നത് കൊണ്ട് തന്നെ 20% ബസ് ഫെയർ ഹൈക്കായിരിക്കുകയാണ്. അവിടെ 20% അവിടെയുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്നും പിഴിയാനായിട്ട് പോവുകയാണ് ബസ് ഫെയർ. അത് ഇവർ പറയുന്നത് നാരീശക്തി കൊടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് 295 കോടി രൂപയുടെ ബാധ്യത വന്നു എന്നാണ് പറയുന്നത്. ഈ ബാധ്യത വന്നു. ആ ബാധ്യത ഞങ്ങൾ എങ്ങനെ പിടിക്കും? ആ ബാധ്യത ഞങ്ങൾ നിങ്ങളെ നല്ലേ പിടിക്കാൻ പറ്റും. അതായത് ഒരു സ്ഥലത്ത് ഞങ്ങൾ നാരീശക്തി കൊടുക്കുന്നു, മറ്റേ സ്ഥലത്ത് ജനങ്ങളെ കൊള്ളയടിക്കുന്നു. ജനങ്ങളെ ഇങ്ങനെ കൊള്ളയടിച്ച്
അപ്പോൾ ഈ ജനങ്ങളെ ഇങ്ങനെ കൊള്ളയടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജനങ്ങളെ ഇങ്ങനെ കൊള്ളയടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ കയ്യിൽ കാശില്ലാതാവും. എത്ര അധ്വാനിച്ചാലും അവരുടെ കയ്യിലുള്ളത് മുഴുവൻ ഒരു സ്ഥലത്ത് നിന്നും പിടിച്ചു വാങ്ങിച്ചിട്ട് സൗജന്യമായിട്ട് മടിയന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു മടിയന്മാരായിട്ടുള്ള സമൂഹത്തെ സൃഷ്ടിച്ചിരുത്തി അവർക്കത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അരാജകത്വം രാജ്യത്ത് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി അടുത്ത പറയാം, നാരീശക്തി എന്ന് പറയുന്ന ഈ ഒരു സംഭവം വന്നല്ലോ, ഈ ശക്തി എന്ന് പറഞ്ഞ സ്കീം വന്നല്ലോ. ഈ ശക്തി സ്കീമിന് ശേഷം ഇവർ കർണാടകയിൽ വൈദ്യുതി വില കുറയ്ക്കുമെന്ന് പറഞ്ഞു. വൈദ്യുതി വില കുറച്ചിട്ട് ഇതേ പ്രശ്നം തന്നെയാണ് കർണാടകയിൽ. 2.89 രൂപയാണ് വൈദ്യുതി 2023 ചാർജ് കൂട്ടിയത് അവിടെ. അതായത് സൗജന്യ വൈദ്യുതി പ്രഖ്യാപനത്തിന് പിന്നാലെ ഒരു വിഭാഗം ആൾക്കാരുടെ ചാർജ് കൂട്ടുന്നു വൈദ്യുതിയുടെ. അങ്ങനെ ചാർജ് കൂട്ടി അവരുടെ കയ്യിൽ നിന്നും പിടുങ്ങുന്നു. ഈ അവരുടെ കയ്യിൽ നിന്നും എടുക്കുന്ന, സത്യം പറഞ്ഞാൽ ഒരാൾ അധ്വാനിച്ച് അയാളുടെ സ്വന്തം ഇതുകൊണ്ട് അധ്വാനിച്ച് രാജ്യത്തിന് ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ടാക്സ് കൊടുക്കുന്ന ആളെ നമ്മൾ കൂടുതൽ ഫേവർ അയാൾക്ക് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്, അല്ലേ? സ്വാഭാവികമായിട്ടും ഇപ്പം അംബാനിയുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ടാക്സ് അല്ല ഞാൻ കൊടുക്കുന്നത്, അല്ലേ? അംബാനി കൊടുക്കുന്നത് ഒരു വർഷം എത്രയോ ലക്ഷം കോടി രൂപയാണ് അംബാനി കൊടുക്കുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 72,000 കോടി രൂപയാണ്. 72,000 കോടി രൂപയാണ് അംബാനി കൊടുക്കുന്നത്. ഒരു റോൾസ് റോയ്സ് എടുക്കുന്ന ആളുടെ ടാക്സ് അല്ല ഒരു കോൾഗേറ്റ് പേസ്റ്റ് വാങ്ങിക്കുന്ന ആൾ കൊടുക്കുന്നത് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ഞാൻ കൊടുക്കുന്ന ടാക്സും പുള്ളി കൊടുക്കുന്ന ടാക്സും വ്യത്യസ്തമാണ്. പക്ഷെ പുള്ളി കൂടെ വലിയ വലിയ ബില്യണേഴ്സ് കൂടെ അങ്ങോട്ടേക്ക് ടാക്സ് അടച്ച് അവരുടെ ആ ടാക്സ് അവിടോട്ട് എത്തുന്നതുകൊണ്ടാണ് എൻ്റെ ചെറിയ കാര്യങ്ങൾ പോലും സർക്കാർ ഈസി ആയിട്ട് നടത്തി തരുന്നത് എന്നുള്ള അതിന് തുരങ്കം വെക്കാനുള്ള പദ്ധതിയാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. വൈദ്യുതി വില കൂട്ടുന്നത് ധനുഷ് പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ കർണാടകയിൽ വൈദ്യുതി വില കൂട്ടുമ്പോൾ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു IT കേന്ദ്രമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയും കൂടിയാണ്. കർണാടകയിൽ ഒരുപാട് നല്ല ഇൻഡസ്ട്രികൾ നടക്കുന്നുള്ളൊരു സംസ്ഥാനവും കൂടിയാണ്. സ്വാഭാവികമായിട്ടും വൈദ്യുതിയുടെ വില കൂടുക എന്ന് പറഞ്ഞാൽ അത് ഈ മേഖലയെ വളരെ സാരമായി ബാധിക്കും. പ്രത്യേകിച്ച് IT മേഖലകളാണ്. 24 മണിക്കൂർ വൈദ്യുതി വേണം അവർക്കത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇൻഡസ്ട്രികൾ ധാരാളം ഉള്ളതാണ്. അവിടെ എല്ലാം ഈ പറയുന്ന വളരെ തകർച്ചയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് വൈദ്യുതിയുടെ വില കൂട്ടുക എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് അധിക ബില്ല് കൊടുക്കുന്നു നമ്മളെ ഗാർഹിക ഉപഭോക്താക്കൾ എന്നതല്ല, അതിനേക്കാൾ 10 ഇരട്ടി ഇഫക്റ്റാണ് അവിടെ ഈ സ്ഥാപനങ്ങൾ IT മേഖലകളൊക്കെ തകരാൻ പോകുന്നു. ഈ കർണാടകയിൽ വില കൂടിയതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓട്ടോ ചാർജിന് കർണാടകയിൽ 25% വില കൂടി. ബസ് ഫെയർ കർണാടകയിൽ 20-25% വില കൂടി. മെഡിക്കൽ ഫീസിന് കർണാടകയിൽ 10 മുതൽ 15% വരെ വില കൂടിയിട്ടുണ്ട്. പോരാത്തതിന് കർണാടകയുടെ പാല്, നമ്മുടെ മിൽമ പോലെ കർണാടകയിൽ ഒരു പാലുണ്ട്, ആ പാലിൻ്റെ വില കൂടിയത് കേട്ട് കഴിഞ്ഞാൽ അത് പോകുന്ന രീതിയിലാണ് പാലിന് വരെ അവിടെ വില കൂട്ടിയിരിക്കുന്നത്. ഇപ്പോഴിതാ ബസ് ചാർജ് കൂട്ടാൻ പോവുകയാണ്, വൈദ്യുതി ചാർജ് കൂട്ടാൻ പോവുകയാണ്. എല്ലാം കൂട്ടി കർണാടകയിലെ ജനങ്ങൾ നട്ടം തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുക. ഇത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ നല്ലപോലെ നടന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ്. അത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യും? കേന്ദ്ര സർക്കാരിന്റെ തലയിലാണോ ഇതൊക്കെ വരുന്നത്? ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? കേന്ദ്രത്തിന് പ്രത്യേകം ഗ്രാന്റുകളും മറ്റും കൊടുത്താണ് നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. നമ്മളെ ഗ്രാന്റുകൾ കൊടുക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പല സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം പ്രത്യേക പരിഗണന എടുത്ത് നിങ്ങൾ കയറി വരൂ എന്ന് പറഞ്ഞ് ഗ്രാന്റുകൾ കൊടുക്കുകയാണ്. അങ്ങനെയാണ്. അതായത് ജനങ്ങളെ സ്വയം പര്യാപ്തരാക്കാതെ മടിയന്മാരാക്കി മാറ്റി നിർത്തുക. എൻ്റെ ഒരു ടീച്ചർ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ധനുഷേ, നിനക്ക് ഞാൻ നോട്ട് തരണമോ, അതായത് നിനക്ക് ഞാൻ പൈസ തരണോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പഠിപ്പിക്കണോ നിന്നെ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പൈസ ഞാൻ തന്നുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും അതിനൊരു അന്ത്യം ഉണ്ടാവും. പക്ഷെ നീ പൈസ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതിന് അന്ത്യമില്ല. നിന്റെ മരണം വരെ നിനക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഇവിടെ മോദി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പൈസ ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി മുദ്രാ ലോണുകൾ തരുന്നു. നീ ഒരു ബിസിനസ് ചെയ്യടാ എന്നാണ് മോദി പറയുന്നത്. നിനക്ക് ഞാൻ മുദ്രാ ലോൺ തരുന്നു, നിനക്ക് എന്ത് ബിസിനസ് ചെയ്യാൻ പറയാം? എനിക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ. ശരി, കുഴപ്പമില്ല, ഒരു ഓട്ടോ എടുത്തോട്, സൊമാറ്റോ ഓട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. തൊഴിലവസരങ്ങൾ ഇവിടെ ഇല്ലാന്ന് ആരാ പറഞ്ഞത്? അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും. കർഷകർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. കർഷകർക്ക് വേണ്ട പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, ഗ്രാന്റുകൾ കൊടുക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ പല സംഭവങ്ങളും നരേന്ദ്രമോദി ചെയ്യുന്നുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സൗജന്യമായിട്ടുള്ള രാജ്യത്തിനെ കൂടുതൽ അസ്ഥിരതയിലേക്ക് നയിക്കുന്ന, രാജ്യത്തെ പിന്നോടടിക്കുന്ന ജനങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. സൗജന്യമായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ ഉദാഹരണത്തിന് നമ്മുടെ പട്ടാളക്കാരുടെ അഗ്നിവീർ പദ്ധതി വന്നല്ലോ. ഈ അഗ്നിവീർ പദ്ധതി നരേന്ദ്രമോദി കൈവച്ചപ്പോൾ പൊള്ളി എന്ന് പറഞ്ഞാൽ അത് വളരെ ഗംഭീരമായിട്ടുള്ള പദ്ധതിയാണ്. എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്ന
കാരണം ഈ അഗ്നിവീർ എന്ന് പറഞ്ഞാൽ ചേട്ടാ നിങ്ങൾക്ക് +2 കഴിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അഗ്നിവീറായി നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അഗ്നിവീർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ അഗ്നിവീർ ആവണമെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ കൊടുക്കും. നിങ്ങളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 വർഷം നിങ്ങൾക്ക് സേവനമുണ്ട്. ഈ 4 വർഷം സേവനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ +2 കഴിഞ്ഞ് ഡിഗ്രി ചെയ്യാതെയാണ് പോകുന്നത്. ഡിഗ്രിക്ക് തത്തുല്യമായ സേവനമാണ് നിങ്ങൾ അനുഷ്ഠിക്കുന്നത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ഡിഗ്രിക്കാരൻ്റെ കൂടെ നിങ്ങൾ എവിടെയെങ്കിലും ഇന്റർവ്യൂ പോയി കഴിഞ്ഞാൽ ഡിഗ്രിക്കാരനെക്കാളും ഒരു പടി മേലെ പരിഗണന നിങ്ങൾ അഗ്നിവീർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് പെർമനന്റ് ആവാം, നിങ്ങൾക്ക് പെർമനന്റ് ആവുകയും ചെയ്യാം എന്നുള്ളതാണ് വേറൊരു കാര്യം. പോരാത്തതിന് ഇത് 4 വർഷം സേവനം അനുഷ്ഠിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന ലക്ഷങ്ങളാണ് തുക. ഞാൻ പറയട്ടെ, ഈ +2 കഴിയുന്ന നമുക്ക് പ്രായം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 18 വയസ്സ്. 18 വയസ്സ് കഴിഞ്ഞ് 22ാമത്തെ വയസ്സിൽ ഇവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ അവന് സെറ്റിലാവാൻ തത്തുല്യമായിട്ടുള്ള ഒരു തുകയും ഡിഗ്രിക്ക് മേലെയുള്ള ഒരു സർട്ടിഫിക്കറ്റും എന്ന് പറഞ്ഞാൽ ഡിഗ്രി അതിനെക്കാട്ടിലും മേലെ പരിഗണന കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റും അവന് കിട്ടുമ്പോൾ ഇവിടെയുള്ള രാഹുൽ ഗാന്ധി ഇപ്പൊ പറഞ്ഞു പറ്റിയ എന്താണ്? അഗ്നിവീറുകാർക്ക് ഒരു പൈസയും കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്ത് ഗംഭീരമായിട്ടുള്ള പദ്ധതിയായിരുന്നു അത്. കൈ പൊള്ളാനായിട്ട് കാരണം ഒന്ന് ഈ രാഹുൽ ഗാന്ധി രാജ്യത്തിനെ നശിപ്പിക്കാൻ നടക്കുന്ന പപ്പുമോൻ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ബീഹാറിലും ഈ മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പൊ നമ്മൾ ഈ ബ്രസീലിൽ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അയാളുടെ പ്രധാനപ്പെട്ട ഒരു എയിം എന്തായിരിക്കും? എനിക്കൊരു വലിയ ഫുട്ബോൾ കളിക്കാരനാണ് അല്ലെ? നമ്മുടെ ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാവർക്കും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ എയിം എന്താണ്? ആത്യന്തികമായിട്ടുള്ള എയിം മോക്ഷം നേടുക. അതാണ്. അങ്ങനെ പല പല രാജ്യങ്ങളിൽ പല പല സാഹചര്യങ്ങൾ പല പല സംഭവങ്ങളുണ്ട്. അങ്ങനെ അതുപോലെ ഈ ഉത്തരേന്ത്യയിലെ പല നാടുകളിലും ഈ ജനിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഒരു അഭിമാന പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ ഒരു അഭിമാന പ്രശ്നമാണ് മകനെ ഒരു പട്ടാളക്കാരനാക്കുക, പട്ടാളത്തിൽ സേവനം അനുഷ്ഠിക്കുക, പട്ടാളത്തിൽ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് തുരങ്കം വയ്ക്കുക. അപ്പൊ അത്തരത്തിലൊരു സംഭവം ഉണ്ടല്ലോ, അത്തരത്തിലൊരു സംഭവം ഇതിന് ബാധിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. പക്ഷേ എങ്കിലും അത് സ്മൂത്തായിട്ട് പോകുമായിരുന്നു. അവിടെയുള്ള ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ രാഹുൽ ഗാന്ധി കുത്തിത്തിരിപ്പുമായിട്ട് രംഗത്തെത്തി. ഈ അഗ്നിവീറിൽ ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സൈനികൻ വന്നല്ലോ, സൈനികന്റെ ഫാമിലി വന്നല്ലോ, ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, ആ മരണപ്പെട്ട സൈനികന്റെ പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സൈനികൻ രംഗത്ത് വന്നു. സൈനികന്റെ ഫാമിലി രംഗത്ത് വന്നപ്പോൾ ഈ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തെന്ന് അറിയുമോ? ആ ഫാമിലിയുടെ വീട്ടിൽ പോയി അവരെ കണ്ടതിന് ശേഷം അവർ പറയുന്നത് ഈ പദ്ധതി ഇങ്ങനെ നടപ്പാക്കിയാൽ പറ്റില്ല. കാരണം കിട്ടിയിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് അവന്റെ ഭാര്യയ്ക്കാണ്. ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും പൈസ കിട്ടണ്ടേ? അതായത് സമാധാനമായിട്ട് നടന്നു പോകുന്ന ഒരു കുടുംബത്തിൽ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കി രാജ്യത്തിന് വേണ്ടി ഉള്ള ഒരു നല്ല പദ്ധതിയെ വരെ കംപ്ലീറ്റ് ആയിട്ട് നശിച്ച് നാറാണക്കല്ലെടുത്ത് തൊലച്ച് ഇതുപോലൊരു പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിപ്പോയി എന്നുള്ളത് നമ്മുടെ ഭാഗ്യക്കേടാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മണ്ഡലിൽ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെയുണ്ട്. അവരുടെ ഉദ്ദേശം വേറെയാണ്. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി നയിക്കുന്നത് രാഹുൽ ഗാന്ധി മാത്രമല്ല. രാഹുൽ ഗാന്ധി ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് പ്രധാനമന്ത്രിയായിട്ട് വന്നാൽ മാത്രമേ ഇവിടെ NGO ഫണ്ടുകൾ വഴി നുഴഞ്ഞുകയറ്റാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വേറെ ഒരു രീതിയിലേക്ക് അവരുടെ കാര്യങ്ങൾ നടക്കും, സകല ഉടായ്പകൾ നടക്കുള്ളൂ. ഒന്നാമത്തെ കാര്യം. അപ്പോൾ രാഹുൽ ഗാന്ധി, ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കി, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും രാജ്യത്തിന്റെ അവസ്ഥ? ചേട്ടനൊന്ന് പറയാം. എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പം പിന്നെ ധനുഷ് പറഞ്ഞത് തന്നെയാണ്. കാരണം അതിനകത്ത് കൂടുതലും പറയാനില്ല. കാരണം ഒരു സ്ട്രോങ് ലീഡർ ഉണ്ടാവില്ല. അദ്ദേഹം, ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ പ്രധാനമന്ത്രി ആകണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏകദേശം 42ഓളം പാർട്ടികളുടെ പിന്തുണ ഉണ്ടാകണം. കാരണം ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ചേർന്ന് മാത്രമേ അങ്ങനെ ഉണ്ടാവൂ. രാഹുൽ ഗാന്ധി എത്ര പേരോട് ചോദിക്കും ഞാനിതാ ഇന്ന കാര്യം ചെയ്യാൻ പോകണം? പിന്നെ മമതയോട് ചോദിക്കണം. അതുപോലെ മറ്റ് ഓരോരോ നേതാക്കന്മാരെ കൊണ്ട് പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ പവാറിനോട് ചോദിക്കണം. അതുപോലെ നമ്മൾ ഓരോ പേരുടെ ഓരോ നേതാക്കന്മാരുടെ ഇദ്ദേഹത്തിനോട് ചോദിക്കണം. പിന്നെ മഹാരാഷ്ട്ര അല്ല, ഇങ്ങനെ ചോദിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് ഒക്കുള്ളൂ. അല്ല, എന്നാൽ മാത്രമേ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. ഒരൊറ്റ കാര്യം പോലും അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ. കാരണം അദ്ദേഹത്തിന് ഈ കിടന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമ്പോൾ ആരോടും ചോദിക്കണ്ട, അവരോടും പറയണ്ട, എവിടെയും പോവാം, എന്തും പറയാം, ഓടിയടക്കാം. പക്ഷെ പ്രധാനമന്ത്രി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മുന്നണിയിലുള്ള അവളെ 10-40 പാർട്ടികൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. 6 മാസത്തിനകം അതിന്റെ ഒന്നും ചെയ്യാൻ പറ്റാത്ത മുഖ്യ പ്രധാനമന്ത്രി ആയിരിക്കും. ഒരു വക ചെയ്യാൻ പറ്റാത്ത പ്രധാനമന്ത്രി ആയിരിക്കും. പക്ഷേ പുറത്ത് വലിയ ഇതായിരിക്കും, വലിയ ഓളമായിരിക്കും. നല്ലൊരു പ്രധാനമന്ത്രി ഒന്നും. നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞ ഒരു വാക്ക് ഉണ്ടല്ലോ, അതായത് 10 വർഷത്തിന് ശേഷം ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ വീണ്ടെടുത്തു എന്നാണ് നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തക. ഞാൻ പേര് പറയാൻ ഒരു കുഴപ്പമൊന്നുമില്ല, ആരാണെന്നറിയാലോ, മനോരമയിൽ ഇരുന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ പറഞ്ഞ ആളാണ്. അത്തരം പ്രയോഗങ്ങൾ രാജ്യത്തിൻ്റെ പുറത്ത് ഇഷ്ടം പോലെ വരും.
ഈ രാഹുൽ ഗാന്ധി വന്നു അതേ നടക്കൂ. അദ്ദേഹത്തിനെ കൊണ്ട് മുന്നോട്ടൊന്നും ഒരു കാര്യവും മുന്നോട്ട് സ്നേഹത്തിന്റെ കട തുറന്ന സ്ഥലത്തെല്ലാം ജനങ്ങൾ വെറുപ്പിന്റെ കടയാണെന്ന് ഇപ്പം എവിടെയാണ് ഇല്ലാതെ വെറുപ്പിന്റെ കടയാണല്ലോ ഇദ്ദേഹം തുറന്നു വയ്ക്കുന്നത്. ഈ പറഞ്ഞ അഗ്നിവീറിന്റെ വീട്ടിൽ പോയതും അദ്ദേഹം സ്നേഹത്തിന്റെ കടയാണ് അവിടെ തുറന്നത്. വെറുപ്പിന്റെ കടയിലെ തുറന്നു. ആ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും കിട്ടാനില്ല, ഭാര്യയ്ക്ക് കിട്ടണല്ലോ എന്ന് പറഞ്ഞ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പോയില്ലേ. വെറുപ്പിന്റെ കടയല്ലേ ഇവിടെ തുറന്നത്. എവിടെയാണ് ഉണ്ടാകുന്നത്? ഇത് നമ്മുടെ രാജ്യം 3-ാം സ്ഥാനത്തേക്ക്, സാമ്പത്തികമായിട്ട് 3-ാം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് അത് എല്ലാ രാജ്യങ്ങളും അത് പറയുന്നുണ്ട്, കാണുന്നുണ്ട്. ആ വില നമുക്ക് രാജ്യത്തിന് തരുന്നുമുണ്ട്. അത് ഇല്ലാതാക്കണം, രാജ്യത്തെ നശിപ്പിക്കണം. ഇത് മാത്രമാണ് ഈ രാഹുൽ ഗാന്ധിയുടെ പിന്നിലുള്ളവരുടെ ലക്ഷ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.